ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി രാത്രി 11 മണിയായി. യു എ ടൈം 11:30 നാട്ടിൽ 8-ാം തീയതി വെളുപ്പിന് 12:30 ആയിട്ടുണ്ട് നിലവിൽ. ഓക്കെ, ഞാനിപ്പം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ ഒരു അത്യാവശ്യം നല്ലൊരു ഡിപ്പിന് ശേഷം ഇന്ന് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് നമ്മളുടെ NSE-യിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേൾഡ് മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പൊതുവേ അല്പം ഡൗൺ ആണെങ്കിൽ പോലും എല്ലായിടത്തും പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരാം എന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ നേരത്ത് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊരു തോന്നലുണ്ടാവും, എങ്ങനെയായിരിക്കും നമുക്ക് ഈ പറയുന്ന വേൾഡ് മാർക്കറ്റിനെ വെച്ചിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് അവർക്ക് വേണ്ടി മാത്രമാണ്, അവർക്ക് എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഞാനിപ്പോൾ ഇത് ഗ്രോയുടെ ആപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രോയുടെ ആപ്പിനകത്ത് നമ്മൾ നേരെ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വന്ന് അവിടെ നമ്മൾ ഇൻഡെക്സ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടും, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെ ഇതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ജസ്റ്റ് നോക്കാൻ നേരത്തെ ഓൾറെഡി ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും നമുക്ക് ഒരു നീല കളർ പച്ച കളറിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഓൾറെഡി മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അടുത്ത ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം 0-0 ആയിരിക്കുന്നത്. ഇന്ത്യയിലെ അനുസരിച്ച് 12 മണി ആയത് കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ എല്ലാം 0-0 കാണിക്കുന്നത്. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മാറത്തുള്ളൂ. വേൾഡ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് US മാർക്കറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മാർക്കറ്റുകളും ഒരു ഗ്രീനിൽ തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ഒരു മൈനസ് എന്ന രീതിയിൽ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഈ US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച്, അതൊക്കെ വലിയൊരു ഡീപ്പായിട്ടുള്ള വിഷയങ്ങൾ. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിന് കുറേയേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ, എന്താണ്, ഏത് രീതിയിലായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നുള്ളതാണ്. ഞാനിപ്പം നേരെ ഗ്രോയിലേക്ക് വരികയാണെങ്കിൽ, ഗ്രോയിൽ ഈ ഫസ്റ്റ് 2 ഇൻഡെക്സ് ഉണ്ട്, ഗിഫ്റ്റ് നിഫ്റ്റി അതുപോലെ തന്നെ ഡോ ജോൺ ഫ്യൂച്ചർ. ഈ 2 ഇൻഡെക്സുകൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഡോ ജോൺ ഫ്യൂച്ചറും അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരേ ലെവലിലാണ് ഓടുന്നതെങ്കിൽ, ഇതിപ്പോൾ രണ്ടും മൈനസ് നിൽക്കുകയാണ്. ഞാൻ ഈ മൈനസ് നിന്ന ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ആദ്യം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ സമയം നാട്ടിലെ സമയം എല്ലാം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ അവസ്ഥയിൽ, അതായത് 7-ാം തീയതി ഇന്നത്തെ അവസ്ഥയിൽ ഏകദേശം എല്ലാ ഇൻഡെക്സുകളും നല്ല ഒരു ഗ്രീൻ കളറിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഡോൺ ഫ്യൂച്ചറിലും നല്ല ഒരു നെഗറ്റീവ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നെഗറ്റീവ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 100-150 പോയിന്റിനടുത്തോളം നല്ല വ്യത്യാസം തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. സോ നാളെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കും, ബെയറിഷ് സെൻറ്റിമെൻറ്റോട് കൂടിയിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതിപ്പം രാവിലെ എനിക്ക് തോന്നുന്നു 2:30-3 ഇന്ത്യൻ ടൈം അനുസരിച്ച് 2:30 ആകാൻ നേരത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്യും. പിന്നെ ഏർലി മോർണിംഗ് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ പ്രീ ഓപ്പൺ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണിയാണ്. 9 മണിക്ക് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് കയറി നോക്കാൻ നേരത്ത് ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അതുപോലെ ഡോൺ ജോൺ ഫ്യൂച്ചറിൻ്റെ അവസ്ഥ നോക്കിയിട്ട് രണ്ടും ഏകദേശം നല്ല ഗ്രീൻ കളറിലാണ് ക്ലോസിങ്. അതുപോലെ തന്നെ ഒരു 100+ പോയിന്റിൻ്റെ പച്ച കളറിലാണ് രണ്ടും നിൽക്കുന്നതെങ്കിൽ അന്ന് മാർക്കറ്റ് പറക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഞാൻ പറയാൻ വന്ന വേറൊരു കേസാണ്. അതായത് ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഇത്രയും ഒരു 1-2 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു ലിസ്റ്റാണ്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയും നിഫ്റ്റി 50യും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ശരിക്കും ഞാൻ പറയാൻ വന്ന പോയിന്റ്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നതും ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് ഈ വേൾഡ് ഇൻഡെക്സിൽ നമുക്ക് ഇവിടെ കാണാം, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡെക്സിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി 50 ഇവിടെ കാണുകയും ചെയ്യാം. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് നിഫ്റ്റി 50യേക്കാൾ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, മീൻസ് ഗ്രേറ്റർ ദാൻ, അതായത് നിഫ്റ്റി 50യേക്കാൾ മുകളിലാണെങ്കിൽ നിഫ്റ്റി 50യും ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റിയും സെയിം റേഞ്ചിൽ തന്നെയാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെയിം അതേ പോയിന്റുകൾ തന്നെയായിരിക്കും രണ്ടിനും ഏകദേശം ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഈ നിഫ്റ്റി 50, ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റി 50യുടെ പോയിന്റ് എന്ന് പറയുന്നത് 1000 ആണ്. പക്ഷേ
രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി 1100-ലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും മൊത്തത്തിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 50 1000-ആണ്, ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 900-ലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും നിഫ്റ്റി 50യും ഏകദേശം സെയിം റേഞ്ചിലാണ്. അതായത് ഇപ്പം 1000 അല്ലെങ്കിൽ 950 അല്ലെങ്കിൽ 1100 എന്നുള്ള രീതിയിൽ, 100 അല്ല 1050 എന്നുള്ള രീതിയിലൊക്കെയാണ്, ഏകദേശം വലിയ വേരിയേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, രാവിലെ 9 മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക, കാരണം ഇതൊരു റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ തരുന്നത്. ഞാൻ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഞാൻ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ലിസ്റ്റാണ്. ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ട് വരുമെങ്കിൽ പോലും ഒരു റെഫറൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ തെറ്റില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒരു നോട്ടിലൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് റെഫർ ചെയ്യാൻ പറ്റും. ഇത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ടെസ്റ്റ് ചെയ്തെടുത്തോളം ഏകദേശം ഇത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ മാർക്കറ്റിലേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇന്ന് ഇപ്പം നിഫ്റ്റി 50 24,300, ഏകദേശം 24,300-ലാണ് ഇപ്പം നിഫ്റ്റി 50 ഇപ്പോൾ ക്ലോസ് ചെയ്ത് ഇപ്പം നിൽക്കുന്നത്. അതേസമയം നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാൻ നേരത്ത് 24,200, ഏകദേശം ഇവിടെ പോയിന്റിൻ്റെ വ്യത്യാസം തന്നെ കണ്ടോ, 100 പോയിന്റിൻ്റെ വ്യത്യാസം ഇപ്പം തന്നെ കാണിക്കുന്നുണ്ട്. 24,200 ആണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്ത് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 24,200, ഏകദേശം 100 പോയിന്റോളം വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ സെൻസിലായിരിക്കും, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ആകുന്നത്. നമ്മുടെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ആകുന്നത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, അതായത് 9 മണിക്ക് മുന്നേ, ജസ്റ്റ് ഒരു 8:45 കഴിയുമ്പോൾ അല്ലെങ്കിൽ 9 മണിക്ക് മുന്നായിട്ട് വേണം ഇത് റൺ ചെയ്ത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിന് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല. മാർക്കറ്റ് എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വരുന്നതെന്ന് നമുക്ക് അസ്യൂം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു ബേസിക് ഇൻഫർമേഷൻ തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ, അതുമല്ല എങ്കിൽ നിങ്ങൾ ഈ ഇൻഡെക്സ് ജസ്റ്റ് കുറച്ച് ദിവസത്തേക്കൊന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.